നമ്മൾ ചിന്തിക്കുന്നതിനുമപ്പുറം ലോകത്തിനു മുന്നിൽ തിളങ്ങുകയാണ് ഇന്ത്യൻ സിനിമ. ഒപ്പം റിബലുകളായ 4 പെണ്ണുങ്ങളും. പായൽ കപാടിയ, കനി കുസൃതി, ദിവ്യപ്രഭ, ഛായ ഖദം. ഒരു വലിയ കൂട്ടം അച്ചടക്കമില്ലാത്തവരെന്ന് മുദ്രകുത്തിയ 4 സ്ത്രീകൾ കൂടിയാണ് അത്യുന്നതിയുടെ ചുവന്ന പരവതാനിയിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറിയത്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് കാനിൽ അവാർഡ് നേടുമ്പോൾ സിനിമയുടെ മുഖ്യധാരയിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടവർക്കെല്ലാം വല്ലാത്തൊരു ആനന്ദം അനുഭവിക്കാനാകും. വലിച്ചു താഴെയിട്ടപ്പോഴെല്ലാം സ്വാതന്ത്ര്യദാഹത്തോടെ സ്വയം തെരഞ്ഞെടുത്ത വഴിയിൽ പൊരുതി നിൽക്കുകയായിരുന്നു ഈ 4 പെൺ പോരാളികൾ. ഒടുവിൽ ചിരിച്ചുകൊണ്ടിവർ കാനിൽ കൈകൾ ചേർത്തു പിടിച്ചു. ആനന്ദ നൃത്തം ചവിട്ടി. ഒരു കാലത്ത് തങ്ങളെ മാറ്റി നിർത്തിയവരെ കൊണ്ടുപോലും കൈയടിപ്പിച്ചു. പായൽ കപാടി എന്ന സംവിധായിക ചലച്ചിത്ര ലോകത്തെ അധികാര അപ്രമാദിത്വത്തോട് പൊരുതി വളർന്നവളാണ്. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായ തെരുവു സമരങ്ങളിൽ മുദ്രാവാക്യം മുഴക്കി വളർന്നു വന്നവൾ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഐതിഹാസികമായ വിദ്യാർത്ഥി സമരത്തിലെ മുന്നണി പോരാളി. 2015 ഗജേന്ദ്ര ചൗഹാൻ എന്ന RSS പ്രതിനിധിയെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായി നിയമിച്ചതിനെതിരെ ചലച്ചിത്ര വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് 139 ദിവസം നീണ്ടുനിന്ന സമരം നടത്തിയപ്പോൾ പായൽ കപാടിയ മുന്നിൽ തന്നെയുണ്ടായിരുന്നു. സമരം ചെയ്തതിന്റെ പേരിൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അരങ്ങേറിയ അതേ വർഷമാണ് പായൽ ആഫ്റ്റർനൂൺ ക്ലൗഡ്സ് എന്ന 13 മിനിറ്റുള്ള ഹ്രസ്വ സിനിമ ചെയ്യുന്നത്. 2017 ഈ സിനിമ 70ാം കാൻ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ FTTIക്ക് പായലിനോടുള്ള നിലപാട് മയപ്പെടുത്താതിരിക്കാനാവില്ലായിരുന്നു. പായൽ അച്ചടക്കമുള്ള വിദ്യാർത്ഥിയായി മാറിയെന്ന് കോളേജ് പ്രശംസിച്ചു. മാറ്റി നിർത്തുന്നവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുന്ന ശീലം പായലിന് പുതുമയല്ല. രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് ശേഷം നടന്ന സമരത്തിലും പായൽ സമരമുഖത്തുണ്ടായിരുന്നു. വിദ്യാർത്ഥി കാലത്ത് ചെയ്തതുൾപ്പെടെ ആകെ 6 സിനിമകളാണ് പായലിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഓരോ ചിത്രവും രാഷ്ട്രീയ തെളിച്ചമുള്ളതായിരുന്നു. ഒടുവിൽ കാനിൽ തിളങ്ങിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുമ്പോൾ പായൽ കപാടിയെ തെരഞ്ഞെടുത്ത അഭിനേതാക്കളും വേറിട്ടവരാണ്. കനി കുസൃതിയെ മലയാളികൾക്കറിയാം. പക്ഷേ മലയാള സിനിമയുടെ പുതുവഴികളിൽ നിന്ന് മാറിയാണ് എന്നും കനി സഞ്ചരിച്ചത്. മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടും കനി മുഖ്യധാരയിൽ ഇല്ലാതെ പോയതിന്റെ കാരണം കനിയുടെ നിലപാടും തെരഞ്ഞെടുപ്പും തന്നെയാണ്. കാൻ മേളയിൽ പലസ്തീൻ ഐക്യദാർഢ്യവുമായി തണ്ണിമത്തൻ ബാഗ് ഉയർത്തി വിടർന്ന ചിരിയോടെ നിന്ന മികച്ച നടിക്കുള്ള ആദ്യ ചലച്ചിത്ര പുരസ്കാരം PK റോസിക്ക് സമർപ്പിച്ച കനി കരിയറിലുടനീളം തന്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തിയിരുന്നു. കനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ബിരിയാണി എന്ന ചിത്രത്തിലെ ഖദീജ എന്ന കഥാപാത്രത്തെ ആൺകൂട്ടം ആക്രോശിച്ചതും നമ്മൾ കണ്ടതാണ്. നാടകത്തിലും മോഡലിംഗിലും പ്രൊഫഷണൽ ജീവിതം തെരഞ്ഞെടുത്ത കനി തുടർച്ചയായ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന്റെ ഇരയായിരുന്നു. അതിനെയെല്ലാം കനി ചിരിച്ചു തള്ളുകയായിരുന്നു. ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുമുള്ള കനിയുടെ അഭിപ്രായം മലയാളികൾക്ക് ദഹിക്കുന്നതേയായിരുന്നില്ല. പക്ഷേ കനി അത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ കാനിൽ മലയാളത്തിന്റെ കനിയായി രാജ്യം ഏറ്റെടുത്ത വിധം അവൾ അടയാളപ്പെടുത്തപ്പെട്ടു. വേറിട്ട വഴി നടക്കാൻ തീരുമാനിച്ച അഭിനേത്രി തന്നെയാണ് ദിവ്യപ്രഭയും. ഫെമിനിസ്റ്റ് അല്ലേ എന്ന ആളുകൾ ചോദിക്കുന്നത് കുറ്റവാളിയല്ലേ എന്ന നിലയ്ക്കാണെന്നൊരിക്കൽ ദിവ്യപ്രഭ പറയുന്നുണ്ട്. ജീവിതത്തെയും തെരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെയും പക്വതയോടെ സമീപിച്ച നടിയാണ് ദിവ്യ. അറിയിപ്പ്, ടേക്ക് ഓഫ്, ഫാമിലി അടക്കം അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം കാതലുള്ള കഥാപാത്രങ്ങളായിരുന്നു ദിവ്യയുടേത്. അതുമാത്രം മതി ദിവ്യയുടെ കരിയറിനെ അടയാളപ്പെടുത്താൻ. ഒടുവിൽ കാനിൽ മതിമറന്ന് നൃത്തം ചെയ്യുന്ന ദിവ്യയുടെ ചിത്രം അവർ പ്രതിനിധാനം ചെയ്യുന്ന സ്വാതന്ത്ര്യബോധത്തിന്റെ പ്രതീകമാകുന്നുണ്ട്. കിരൺ റാവു സംവിധാനം ചെയ്ത ലപ്പാട്ട ലേഡീസിലെ ചായക്കടക്കാരി മഞ്ജുവിലൂടെയാണ് ഛായ ഖദം ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ചത്. തന്റെ അടുത്തെത്തുന്ന ഫൂലിന് വയറു നിറക്കാൻ ചായയും ബ്രെഡും നൽകിയ മഞ്ജു സ്ത്രീകൾ സ്വയം പര്യാപ്തയാകേണ്ടതിന്റെ രസമുള്ള നെറേറ്റീവുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫൂൽ അന്തം വിട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടു. ലപ്പാട്ട ലേഡീസിലെ മഞ്ജു മായിയായും മഡ്ഗാവ് എക്സ്പ്രസിലെ ഗാങ്സ്റ്റർ കാഞ്ചൻ കോംഡിയായും തകർപ്പൻ പ്രകടനത്തിലൂടെ ഹൃദയം കീഴടക്കിയ ഛായ ഖദം മുംബൈയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. 2009 സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ജീവിതത്തിൽ റിബലാവുക എന്നത് ഒരു പക്ഷേ എളുപ്പമാകും. പക്ഷേ ജീവിതത്തിൽ നടക്കാനുറച്ച വഴികളിലൂടെ തന്നെ നടന്ന് ആ റിബലിസം തെളിയിക്കുക എന്നത് ശ്രമകരമാണ്. ആ നിലയിൽ കൂടിയാണ് ഈ 4 സ്ത്രീകൾ ലോക സിനിമയിൽ ശ്രദ്ധേയരാകുന്നത്. യെസ്, വി ക്യാൻ.